ജെൻസി കുട്ടികളുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഇൻഡിപെൻഡൻസി. ആ ആവശ്യത്തിൽ നിന്നാണ് ഒരു 15-കാരിക്ക് ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന ആശയം ഉദിക്കുന്നത്. ആശയം വീട്ടിൽ അവതരിപ്പിച്ചു. വീട്ടിൽ നിന്ന് 2000 രൂപ മുതൽ മുടക്കം കിട്ടി. ആ മുതൽ മുടക്കിൽ നിന്ന് ആരംഭിച്ച ആ ബിസിനസ് ഇന്ന് 1000-ൽ പരം കസ്റ്റമേഴ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ബിസിനസ് ഹിറ്റായപ്പോൾ രണ്ടാമതൊരു ജ്വല്ലറി ബ്രാൻഡ് കൂടി തുടങ്ങി ഈ കൊച്ചു സംരംഭക. ഹലോ, അപ്പൊ എൻ്റെ പേര് പ്രാർത്ഥന എന്നാണ്. ഞാനിപ്പോൾ നീറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാനൊരു ക്രാഫ്റ്റ് ബിസിനസ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ടൈമിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പാടായിരുന്നു. കാരണം എൻ്റെ സ്റ്റഡീസിൻ്റെ കൂടെ എനിക്ക് ഇതും കൂടെ കൊണ്ടുപോകാൻ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു എനിക്ക് കുറേ ഓർഡേഴ്സ് കിട്ടുക. ഇപ്പം എനിക്ക് പുറത്തുനിന്നുള്ളവർ, എന്നെ അറിയാത്തവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കിത് എങ്ങനെയാ സംഭവം അതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ ഒരു ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ടായിരുന്നു ഞാൻ മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളും പഠിച്ചത്. സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ എനിക്ക് വീട്ടിൽ പറയാണ്ട് എനിക്ക് സ്വന്തമായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റണം. സോ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എൻ്റെ ബിസിനസ്സും പേഴ്സണൽ ലൈഫും എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ അതിനായിട്ടൊരു സ്പെഷ്യൽ ടൈം, ബാക്കി കാര്യങ്ങൾക്ക് വേറൊരു ടൈം, ആ ഒരു ടൈമിൽ ഞാൻ അത് ചെയ്തിരിക്കും. ബാക്കി സമയത്ത് ഞാൻ എൻ്റെ പഠിത്തവും പിന്നെ അല്ലാത്ത ചില കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. എപ്പോഴും പഠിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്ക് തോന്നുന്ന സമയങ്ങളിൽ മാത്രം ഞാൻ പഠിക്കും. പക്ഷെ അത് വെച്ച് എനിക്ക് സ്കോർ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പിന്നെ എഡിറ്റിംഗ് വരുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ഏത് സമയത്ത് മോസ്റ്റ്ലി ഞാൻ രാത്രികളിലാണ് ചെയ്യുന്നത്. പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യും. ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള തോട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ 9th സ്റ്റാൻഡേർഡ് വരെ ഞങ്ങൾ കൊറോണ ബാച്ചായിരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് ആകെ ഉള്ളൊരു ആശ്രയം ഫോണാണ്. ഫോണിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇൻസ്റ്റഗ്രാം എടുക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന റീല് ഒരു ക്രാഫ്റ്റ് ബിസിനസ് തന്നെയായിരുന്നു. സാധാരണ നമ്മൾ ഓരോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ വെറുതെ പറയുമല്ലോ, അതുപോലെ ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു ഓക്കെ നമുക്കും സ്റ്റാർട്ട് ചെയ്യാലോ സംഭവം പ്ലാൻ ചെയ്തു. ആദ്യം വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് വേണമല്ലോ. ആദ്യത്തെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന് ആരെങ്കിലും കണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ ആദ്യം വീട്ടിൽ പറഞ്ഞപ്പം ഞങ്ങൾ ഞാൻ 10th നമുക്ക് എക്സാം വരുന്നത് കൊണ്ട് ആദ്യം സപ്പോർട്ടൊന്നും ചെയ്തില്ലായിരുന്നു. ആദ്യം പറഞ്ഞു വേണ്ട, എക്സാം ഒക്കെ ഉള്ളത് പഠിക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് അബൌട്ട് 2000 അത് അങ്ങനെ എന്തോ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു വർഷം കൊണ്ട് എനിക്ക് ആ പൈസ തിരിച്ച് എൻ്റെ വീട്ടിൽ കൊടുക്കാൻ പറ്റി. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പേജ് തുടങ്ങി. യെസ് ടൈം എന്ന് പറഞ്ഞ പേരൊക്കെ ഇട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പേജ് ഒക്കെ തുടങ്ങി. ആദ്യമൊന്നും എനിക്ക് റീച്ച് ഒന്നും ഉണ്ടായിരുന്നു. കൂടിപ്പോയ 200 പേർ അല്ലെങ്കിൽ 100 പേരൊക്കെ കാണത്തുള്ളായിരുന്നു. സ്റ്റിക്കർ പോളറോയിഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റി കുറേ പേര് റീലിടുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് നമ്മുടെ ഫാമിലിയുടെയും എൻ്റെ ഒക്കെ കുറേ ഫോട്ടോസ് വെച്ച് ചെയ്ത് ഒരു റീലാക്കി പോസ്റ്റ് ചെയ്തു. ആ ഒരു റീല് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു റീല് 300K+ വ്യൂസ് കയറി. അപ്പോൾ അതിന് അത്രയും വ്യൂസ് കിട്ടിയപ്പോൾ എൻ്റെ അക്കൗണ്ടിന് അത്യാവശ്യം റീച്ചായി. ഞാൻ വേറെ കുറേ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബുക്ക് ആൽബം പോലെ സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കാർ ഫ്രെയിം ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനും എനിക്ക് അത്യാവശ്യം റീച്ച് കിട്ടി തുടങ്ങി. പിന്നെ എനിക്ക് വന്ന ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ കൊറിയർ അയക്കുമ്പോൾ ഫ്രെയിംസ് പൊട്ടിപ്പോകുമായിരുന്നു. 2-3 വർക്ക് എൻ്റെത് പൊട്ടിപ്പോയി. അങ്ങനെ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തി. ഞാനൊരു ഇനിഷ്യേറ്റീവ് എടുത്തത് കൊണ്ടാണ് ഇപ്പം എനിക്ക് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ജ്വല്ലറി ബ്രാൻഡും തുടങ്ങി. നിഹാരിക എന്ന് പറഞ്ഞിട്ട് ഒരു പേജും സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പം അതിനും അത്യാവശ്യം റീച്ചും കാര്യങ്ങളും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു ഡോക്ടർ ആവാനുള്ള സ്വപ്നം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ തന്റെ 2 സംരംഭങ്ങളും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന. ഇന്നത്തെ യുവതലമുറയ്ക്ക് പ്രാർത്ഥന തീർച്ചയായും ഒരു പ്രചോദനം തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അലീന സുധാകരനൊപ്പം കവിത ബഷീർ ജോണി, അശ്വമേധം ന്യൂസ്.